അടുത്ത വീഡിയോ ക്രിയേറ്റീവ് ആക്കാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നടന്നപ്പോഴാണ് ആണ്ട എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന കുടപ്പൻ കുട്ടനെ കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അവൻ അങ്ങ് കൈക്കലാക്കി. തൊണ്ട പൊളിച്ച് വന്നപ്പോൾ ആള് കുട്ടപ്പനായി. പക്ഷെ എന്റെ കൈയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അതുകൊണ്ട് വെളിച്ചെണ്ണ കയ്യിൽ പൊറ്റിക്കൊണ്ട് തൊണ്ട് കളയാൻ തുടങ്ങുന്നതാണ് നമുക്ക് നല്ലത്. നല്ല വൃത്തിയിൽ കഴുകിയതിനു ശേഷം ഒരു പാത്രത്തിൽ അല്പം വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു ഗ്രേറ്ററോ കത്തി ഉപയോഗിച്ച് ഒരു പിടി അങ്ങോട്ടും ഒരു പിടി ഇങ്ങോട്ടും വലിച്ച കുനുകുനുവായി നമുക്ക് ഇവന്മാരെ അരിഞ്ഞു കിട്ടും. ഇനി അല്പം സമയത്തേക്ക് ഇവരെ മഞ്ഞൾ നീരാട്ടിന് വിട്ടേക്കാം. അപ്പോഴേക്കും നമുക്ക് ഇവന്മാരിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ചില സാറുമാരെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാം. ഒരു സബോള, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് വേപ്പിലയും ഡപ്പയെന്ന് അരിഞ്ഞെടുക്കാം. ഇനി മഞ്ഞൾ നീരാട്ടിന് വിട്ടിരിക്കുന്ന കുടപ്പന്മാരെ നീരാട്ട് അവസാനിപ്പിച്ച് കയറ്റാം. ഈ ഗ്യാപ്പിൽ നൈസായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇവയെല്ലാം നന്നായി വഴറ്റിയെടുക്കാം. വേഗം വഴന്നു കിട്ടുന്നതിനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ അത് പൊളിക്കും. നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും രുചി കൂട്ടുന്നതിനായി 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ മഞ്ഞൾ നീരാട്ട് അവസാനിപ്പിച്ച് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കുടപ്പൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. നന്നായി യോജിച്ച് കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ആക്കാം. അടുത്തത് കയ്യൂക്കിന്റെ കളിയാണ്. വടിവാളൊന്നും വേണ്ട, സായിപ്പിന്റെ സ്വന്തം ഫോർക്ക് വെച്ചിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇടിച്ച് പരത്തിയെടുക്കുക. പിന്നെ നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. തട്ടൊന്ന് മുട്ട് 2, മിക്സ് റെഡി. ഇനി ഇതിനെ എടുത്ത് ഒരു ഷേപ്പ് ആക്കി മാറ്റാം. അത് കഴിഞ്ഞ് പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയിൽ ഒന്ന് മുക്കി റസ്ക് പൊടിയിൽ ഒന്ന് ഉരുട്ടി കലിപ്പൻ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അടുത്തൊരു പൊളപ്പൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.